പ്രത്യേകിച്ച് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സദസ്സിലുള്ള യുവതികളോട് പറയട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. ഇസ്ലാം പെണ്ണിനെ പരിഗണിക്കാത്ത മതമാണെന്ന് ധരിക്കല്ല. 6-ാം നൂറ്റാണ്ടിൽ അല്ലാഹുവിന്റെ റസൂൽ പ്രബോധനം ചെയ്യുന്ന കാലം, ആ കാലത്തെ പെണ്ണിന്റെ ചരിത്രം വായിക്കണേ. എന്റെ പ്രിയപ്പെട്ട യുവതികളായ മുസ്ലിം സഹോദരിമാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 16-ാം അധ്യായം 58-ാമത്തെ വചനം ഒന്ന് വായിച്ചു നോക്കൂ. അതിൽ അല്ലാഹ് പറയുന്നത് കാണാം, 6-ാം നൂറ്റാണ്ടിലെ പെണ്ണിനോട് ആ കാലത്തെ ജനത കാണിച്ചിരുന്ന സമീപനം, ആ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളോട് കാണിച്ചിരുന്ന നിലപാട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൻ നഹ്ൽ 58-ാമത്തെ വചനത്തിൽ കാണാം, വൈദാ ബുശ്ശിറ അഹദുകും ബിൽ ഉൻസാ, പ്രസവിച്ചു വീണത് പെൺകുഞ്ഞാണെങ്കിൽ വല്ല വജുഹു മുസ്വദ്ദൻ വഹുവ കലീം, അപമാനഭാരം കൊണ്ട് അവരുടെ മുഖമാകെ കറുത്തുപോയിരുന്നു. അതായിരുന്നു 6-ാം നൂറ്റാണ്ടിലെ പെണ്ണിന്റെ അവസ്ഥ. ജനിച്ചു വീണത് പെൺകുഞ്ഞാണെങ്കിൽ അപമാനം സഹിക്ക വയ്യാതെയായിട്ട് അവരുടെ മുഖത്തെ പ്രഭ നഷ്ടപ്പെടും, പുറത്തിറങ്ങാൻ മടി വരും, ആളുകളിലേക്ക് ഇറങ്ങില്ല. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസുഹു ഫിത്തുറാബ് അലാ സാഅ മാ യഹ്കുമൂൻ. 16-ാം അധ്യായം 59-ാം വചനം. എന്ത് ചെയ്യണം ഈ പെണ്ണിനെ? വെച്ചോണ്ടിരിക്കണോ? കുഴിയെടുത്ത് മണ്ണെടുത്ത് ആ കുഴിയിലേക്ക് തള്ളിയിട്ട് മണ്ണിട്ട് മൂടണം. എത്രയെത്ര പെൺകുഞ്ഞുങ്ങളെ ആ ജീവനോടെ കുഴിച്ചു മൂടിയത്. സ്ത്രീ ജന്മം ശാപമാണെന്ന് കണ്ടിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹം. നമ്മുടെ നാട്ടിലേക്ക് വരാം. മാറുമറക്കാൻ പെണ്ണിന് അവകാശമുണ്ടായിരുന്നോ? ഇവിടെ സ്വത്തിൽ പെണ്ണിന് അവകാശമുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു നമ്മുടെ ഭാരതത്തിലെ സ്ത്രീകൾ ഒരു കാലത്ത് കഴിഞ്ഞിരുന്നത്? ആരാണ് അവർക്ക് ശ്വസിക്കാനുള്ള ശുദ്ധവായു നൽകിയത്? ആരാണ് ഈ നിലപാടുകൾ മാറ്റിയത്? അവിടെയാണ് പെൺകുഞ്ഞുങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ കാട്ടാള ജനവിഭാഗത്തിന്റെ മുഖത്ത് നോക്കി ലോകത്ത് സിംഹഗർജനം നടത്തിയ ഒരു സ്ത്രീ വിമോചകനുണ്ട്. ആ സ്ത്രീ വിമോചകന്റെ പേരാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറഞ്ഞത് എന്താണ്? ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ കാന ലഹു സലാസു ബനാതിൻ ഔ സലാസു അഖവാതിൻ ഔ ഇബ്നതാനി ഔ ഉഖ്താനി ഫഅഹ്സന സുഹ്ബതഹുന്ന വത്തഖല്ലാഹ ഫീഹിന്ന ഫലഹുൽ ജന്ന. ജീവനോടെ പെണ്ണുങ്ങളെ കുഴിച്ചു മൂടിയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃത സമൂഹത്തോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, നിങ്ങൾ 2 പെൺമക്കളെ അല്ലെങ്കിൽ 3 പെൺമക്കളെ സഹോദരിമാരെ നിങ്ങൾ വളർത്തുകയാണെങ്കിൽ, അവർക്ക് വിവാഹപ്രായമെത്തുമ്പോൾ അവരെ കെട്ടിച്ചു വിടുകയാണെങ്കിൽ, അവരെ കാര്യത്തിൽ പടച്ചതമ്പുരാനെ പേടിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച നേതാവ്, ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിമോചകൻ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവാണോ സ്ത്രീ വിരോധി? ആ നേതാവാണോ സ്ത്രീ വിരോധി? ഞാൻ ചോദിക്കട്ടെ, മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച ഒരു മതം എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധത അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നത്? മാതാവിന്റെ കാൽ ചുവട്ടിലാണ് സ്വർഗം. ഇന്നും നിങ്ങൾക്ക് കണക്കെടുക്കാം. നിങ്ങളുടെ ഈ തെക്കൻ ജില്ലയിൽ നിങ്ങൾ കണക്കെടുക്ക്. ഈ ആലപ്പുഴ ജില്ലയിൽ, തൊട്ടടുത്ത കൊല്ലം ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ, ഈ പരിസരത്തെ ജില്ലകൾ നിങ്ങൾ എടുക്കുക. അവിടെയുള്ള വൃദ്ധസദനങ്ങളിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് കുറഞ്ഞു കാണാൻ കഴിയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ ആയിരിക്കും. തീരെയില്ല എന്നല്ല ഞാൻ പറയുന്നത്. മാതാപിതാക്കൾ ഭാരമായി കാണുന്ന മക്കൾ ഇന്നുണ്ട്. അവർ ഏറെ ഭയപ്പെടണം അല്ലാഹുവിന്റെ പരലോകത്തെ. പ്രായമാകുന്ന മാതാപിതാക്കളെ അവഗണിക്കുന്നവർ, അവർ നരകം ഭയപ്പെടണം. അവർക്ക് കൊടുക്കേണ്ട പരിഗണന എത്രത്തോളമാണ്? മുത്തുനബിയുടെ അടുത്തൊരു സ്വഹാബി വന്നില്ലേ, യുദ്ധത്തിന് പോകാനുള്ള കൊതി കൊണ്ട്, ജിഹാദിനുള്ള ആഗ്രഹം കൊണ്ട്, അവിടെ വെച്ച് രക്തസാക്ഷിയാക്കാനുള്ള മോഹം കൊണ്ട് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ആ സ്വഹാബിയോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? എന്താ ചോദിച്ചത്? വാപ്പിയമ്മയൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട് നബിയെ. പ്രായവരാണോ? അതെ നബിയെ. ഓല നോക്കിയാ മതി, അവരെ പരിപാലിച്ചാ മതി, അതിനേക്കാളും വലിയ കൂലി ഇതിനില്ലട്ടോ. അതാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, വാട്സപ്പുകളിലൂടെ നമ്മൾ ചില ക്ലിപ്പുകൾ കാണാറുണ്ട്. പ്രായമായ അമ്മയെ, പ്രായമായ ഉമ്മയെ വെളിയിലേക്ക് തള്ളിയിട്ട് ചുടുവെള്ളം മുഖത്തൊഴിക്കുന്ന മരുമകളുടെ ചിത്രം, സ്വത്തിനു വേണ്ടി പിതാവിനെ തല്ലിക്കൊല്ലുന്ന മക്കളുടെ ചിത്രം. എത്ര വേദനാജനകമായ കാര്യമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താണ്? മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. അവരോട് വിനയം കാണിക്കണേ, അവരെ ആദരിക്കണേ, അവരെ ബഹുമാനിക്കണേ. അവർക്ക് വെറുപ്പുണ്ടാകുന്ന വാക്ക് പറയരുത്, അവരോട് ചെയ്യുന്ന വാക്ക് പോലും പറയരുത്. അവർക്ക് ആവശ്യമായ പരിചരണം കൊടുക്കണേ എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. ആ നേതാവാണോ? ആ നേതാവ് പ്രചരിപ്പിച്ച മതമാണോ ഈ രാജ്യത്ത് സ്ത്രീ വിരുദ്ധത പറയുന്നത്? എത്രയെത്ര വചനങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. വഫാത്തിന്റെ വേളയിൽ പോലും പുണ്യനബി പറഞ്ഞത് അല്ലാഹ് അല്ലാഹ് ഫിന്നിസാ ഫിന്നിസാ. നിങ്ങൾ പെണ്ണുങ്ങളെ കാര്യത്തിൽ ശ്രദ്ധ കാണിക്കണം. എനിക്ക് മനസ്സിലായിട്ടില്ല ഇസ്ലാം എവിടെയാണ് ഈ പെണ്ണുങ്ങളെ അവഗണിക്കുന്നത് എന്ന്. എന്താണ് പരിഗണന? അല്ലെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം? പെണ്ണടിഞ്ഞാടലാണോ? അതാണോ സ്വാതന്ത്ര്യം? അതല്ല. ഇന്നിപ്പോ പ്രചാരം എന്തിനാ ഈ മറ? ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ എന്നെ കാണുന്നു. സംഘാടകർ പറഞ്ഞു, ഉസ്താദേ, ആണുങ്ങൾ ഒത്തിരി കുറഞ്ഞാലും പെണ്ണുങ്ങൾ കണ്ടമാനുണ്ടാവുന്നു. ഞാൻ അപ്പൊ അതൊന്നും കണ്ടിട്ടില്ല. അതിനിപ്പോ അഥവാ ആണുങ്ങൾ കുറയാണെങ്കിൽ മൂല്യര് വയല് പറയില്ല, എന്ത് ചെയ്യണ്ട, ഒരു ഉസാറ് കുറവ് കാട്ടണ്ടെന്ന് കരുതിയിട്ട് സംഘാടകർ പറയുന്ന ഒരു മേറ്ററോ ആകും. പക്ഷെ ഇവിടെ അങ്ങനല്ല കേട്ടോ, ഇവിടെ പെണ്ണുങ്ങൾ കണ്ടമാനുണ്ട്. അപ്പൊ ഈ മറന്റെ അപ്പുറത്തിരിക്കുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടിയൊക്കെ ഉണ്ടാവും ഒരു തോന്നൽ, ഇങ്ങനെ ഒരു മറൊക്കെ വേണം. ഇതപ്പോ ഞങ്ങൾ മനുഷ്യരല്ലേ, ഞങ്ങളൊന്ന് ഇരുന്ന് കണ്ടിച്ചിട്ട് ഇപ്പൊ എന്താ കുഴപ്പം? ഈ മറ ഉണ്ടല്ലോ, അത് വയലിന്റെ സദസ്സിൽ മാത്രം ഉണ്ടാകേണ്ട ഒരു മറൊന്നുമല്ല കേട്ടോ. ഇവിടെ എന്തായാലും വേണം, കാരണം ഇവിടെ ദീനാണല്ലോ പറയുന്നത്. ഇവിടെ തന്നെ മറ ഇല്ലെങ്കിൽ പിന്നെ എന്താ ഉണ്ടാകുക? ഞങ്ങളെ മലപ്പുറത്തൊരു ചൊല്ലുണ്ട്, മൊല്ലാക്ക നിന്ന് പാത്തിയാല് മക്കള് നടന്നു പാത്തു. അപ്പൊ ഇത് മാതൃകയായിരിക്കണം. ഈ മറ നമ്മുടെ കല്യാണ വീടുകളിൽ വേണം. ഈ മറ ധാർമ്മികതയുടെ മറയാണ്, മതത്തിന്റെ മറയാണ്. ആണും പെണ്ണും തുല്യമാണെന്ന് പറയുന്നവർ അവര് മതം പഠിക്കാത്തവരാണ്, അവര് ശാസ്ത്രബോധമില്ലാത്തവരാണ്, മനുഷ്യന്റെ ശരീരശാസ്ത്രത്തെ കുറിച്ചുള്ള ബാലപാഠം പോലും ഇല്ലാത്തവരാണ്. അതേ പറയാനുള്ളൂ, അതവിടെ കേട്ടെ. മനുഷ്യന്റെ ശരീരശാസ്ത്രത്തെ കുറിച്ചുള്ള ബാലപാഠമുള്ളവർ പറയോ ആണും പെണ്ണും ഒരുപോലെയാണെന്ന്? ആണും പെണ്ണും ഒരുപോലെയാണോ? എന്തൊരു കഷ്ടം. ഇപ്പൊ അങ്ങനെയൊക്കെയാണല്ലോ, യൂണിഫോം ഒരുപോലെ. ഓ, എല്ലാ പെണ്ണുങ്ങളും പാന്റും കുപ്പായിട്ടാൽ സമത്വമായി. ഇത് തിരിച്ചും വേണ്ടേ? ആണുങ്ങളൊക്കെ സാരി എടുക്കുക. അപ്പൊ നമ്മളൊക്കെ ഒരു ചുരിദാരെടുത്ത് പ്രസംഗിച്ചാൽ വന്നാൽ എങ്ങനെ ഉണ്ടാവും? അല്ല, അങ്ങട്ടില്ല. അപ്പൊ ഇവരാണ് സത്യത്തിൽ ഈ പെണ്ണിനെന്തോ കുറവുണ്ട് എന്ന് പറയുന്നത്. പെണ്ണിന് ഇപ്പൊ എന്തോ കുറവ് ഇവർ പറയാതെ പറയാ പെണ്ണിപ്പോ ഒരു കുറവാണ്, പെണ്ണ് ആണിന്റെ മാതിരി ആകണം. ഈ വസ്ത്രത്തോടുകൂടെ പെണ്ണല്ലായോ? ഓരോന്നിനും ഓരോന്നില്ലേ? ഇതൊക്കെയാണ് ഇപ്പൊ ഇസ്ലാം പഴഞ്ചനാണെന്ന് പറയുന്നത്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, 2-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് 228-ാം വചനത്തിൽ കാണാൻ കഴിയും, വലിരിജാലി അലൈഹിന്ന ദറജ. ആണും പെണ്ണും തുല്യ അല്ല എന്നപ്പ അതിന്റെ അർത്ഥം. അതാണ് ഇപ്പൊ അതിന്റെ ആശയം. ആണും പെണ്ണും തുല്യ അല്ലാന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാണ്. ഖുർആൻ ആരിറക്കിയ ഗ്രന്ഥ, അത് തിരുത്തേണ്ട ഗതികേടില്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹഫിളൂൻ.
അല്ലാഹു ഖുർആനിൽ പറഞ്ഞതെന്താണ്? ഞാനാണ് ഖുർആൻ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അന്ത്യനാൾ വരെ ഖുർആനിന്റെ സന്ദേശങ്ങൾ ഞാൻ നിലനിർത്തും. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, ഈ പരിശുദ്ധമായ ഖുർആൻ പടച്ച തമ്പുരാന്റെ പക്കലിൽ നിന്നല്ല അവതരിച്ചതെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലവജദൂ ഫീ ഇഖ്തിലാഫൻ കസീറാ, അഭിപ്രായ ഭിന്നതകൾ കാണാൻ കഴിയും. അതിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും, അതിൽ സംഘർഷഭരിതമായ ആശയങ്ങൾ ഉണ്ടാകും, കാലത്തിന് യോജിക്കാത്ത നിലപാടുകൾ ഉണ്ടാകും. പടച്ച റബ്ബാണ് സത്യം. വല്ലാഹി സുമ്മ വല്ലാഹി, ഈ നൂറ്റാണ്ട് ഇത്ര പുരോഗതിപ്പെട്ടിട്ട് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾ അതിവേഗം മുന്നോട്ട് പോയിട്ട് പോലും 6-ാം നൂറ്റാണ്ടിൽ അറേബ്യൻ സമൂഹത്തോട് സംസാരിച്ച ഖുർആനിന്റെ ഒരാശയം ഈ പുതിയ കാലത്ത് തിരുത്തേണ്ട ഗതികേട് വന്നിട്ടുണ്ടോ? മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടില്ല. പിന്നെ ചിലര് പറയും ഈ ഹദീസ് ആയത്തിനെതിരാണ്, ഹദീസും ആയത്തും പഠിക്കാത്തവരാണ്, ഓലാണ് ഈ വലിയ ഇടങ്ങേറ്. മതം ഭയങ്കര ഉഷാറ, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്ത് കാര്യങ്ങള് ഇപ്പൊ ഇസ്ലാമിൽ തന്നെ വല്ലാത്തൊരു സങ്കടമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ അതൊക്കെ. നമ്മൾ എന്താ ചെയ്യാ, സഹിക്കല്ലാതെ. ഈ മതത്തെ വികലമാക്കുന്ന പുത്തനാശയക്കാർ വലിയ ഇടങ്ങാറാവലൊക്കെ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു സംഭവം, ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ഈ പുത്തനാശയക്കാർ വെക്കുന്ന ഡിമാൻഡ് കണ്ടെങ്കിൽ 2-3 ഡിമാൻഡ്. അതിലൊന്നെന്താണെന്നറിയോ? ഖുർആനിന് എതിരാകാൻ പാടില്ല ഹദീസ്. അപ്പൊ അങ്ങനെ ഉണ്ടാവും. ഈ ഹദീസ് തന്നെ എന്താ? ഹദീസ് എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ വ്യാഖ്യാനാണത്. ഖുർആൻ അവതരിച്ചത് ആർക്കാ? നബിക്ക. ആ മുത്തുനബി തങ്ങൾ ഹദീസ് ഖുർആനിന് എതിരുണ്ടാവൂല. അത് ഹദീസ് വായിക്കുന്നിടത്ത് വരുന്ന പ്രശ്നമാണ്. ഹദീസ് വായിക്കുന്നിടത്ത് വരുന്ന അബദ്ധമാണ്, ഭീമാബദ്ധമാണ്. അത് നമ്മൾ തിരുത്തണം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം, നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇതൊക്കെ നമ്മളെന്തറിയോ, ഈ പുതിയ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോ നമ്മൾ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഖുർആനിനെതിരായിട്ട് ഒരു ഹദീസ് ഉണ്ട് എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. ഞാൻ ചോദിച്ചു ഏതാ ഹദീസ്? അപ്പൊ ഒരു ഹദീസ് ഏതാന്ന് അറിയങ്ങള്? സൂറത്തു നംലിലെ 80-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, ഇന്നക ലാ തുസ്മിഉൽ മൗത, മരിച്ചവര് കേൾക്കൂല. ഓല് കൊടുക്കുന്ന ഒരു അർത്ഥമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. മരിച്ചവര് കേൾക്കൂല എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ ഖുർആനിലുള്ളത് എന്താ? മരിച്ചവര് കേൾക്കൂല എന്നാണ്. എന്നാ ഞാൻ ഹദീസിലോ? ബുഖാരി 1285-ാമത്തെ ഹദീസ് നമ്പറായി കൊണ്ടുവന്ന ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം എന്താ പറയുന്നറിയോ? ഇന്നൽ അബ്ദ ഇദാ വുളിഅ ഫീ ഖബ്രിഹി വതവല്ല അൻഹു അസ്ഹാബുഹു വഇന്നഹു ലയസ്മഉ ഖർഅനി ആലിഹി. ഇത് ബുഖാരിയാണ്. എന്താ ഈ ബുഖാരിന്റെ സ്ഥാനം മുസ്ലിം സമൂഹത്തിൽ? ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങളുടെ പ്രാമാണിക ഗ്രന്ഥം എന്താണ്? അത് സ്വഹീഹുൽ ബുഖാരിയാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച സ്വഹീഹുൽ ബുഖാരി. ആ സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്നത്, ഒരു മയ്യത്ത് ഖബറിൽ വെച്ച് കഴിഞ്ഞാൽ വതവല്ല അൻഹു അസ്ഹാബുഹു, വതവല്ല അൻഹു അസ്ഹാബുഹു, അവന്റെ കൂട്ടുകാര്, അവന്റെ മക്കള്, അവന്റെ പേരമക്കള്, അവന്റെ പരിചയക്കാര്, നാട്ടുകാര് അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ അവര് നടന്നു നീങ്ങുന്ന ചരിപ്പടിക്കാലിന്റെ ശബ്ദം ആ കബറാളി കേൾക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, എതിരായി. ഇപ്പൊ എന്താ എതിരായി? ഖുർആൻ പറയുന്നു മരിച്ചവര് കേൾക്കൂല. നബിയുടെ ഹദീസിൽ പറയുന്നു എന്ത്? ഒരു മയ്യത്ത്, മഹാത്മാക്കൾ എന്നല്ല കേട്ടോ, മഹാത്മാക്കളൊക്കെ എന്തായാലും കേൾക്കും. ഇത് ശൈഖ് ജീലാനി തങ്ങൾ അനുസ്മരിച്ചിട്ടുള്ള പരിപാടിയല്ലേ? ബഗ്ദാദിൽ കിടക്കുന്ന മഹാനവറുകൾ ഈ കൊച്ചു സദസ്സിൽ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് വിശ്വാസിനികളെ മഹാനവറുകൾ കാണും അറിയുമെന്ന് പറയുമ്പോ നമ്മളെ ബുദ്ധിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതെങ്ങനെ കാണുക? അതെങ്ങനെ കേൾക്കുക? അത് വിട്. നിങ്ങൾ ഈ തൊട്ടടുത്ത പള്ളിപ്പറമ്പ് എടുക്ക്. ഇത് ബുഖാരിയിലെ ഹദീസ. ഒരു മയ്യത്ത് കബറടക്കം ചെയ്തിട്ട് മക്കള് തിരിച്ചു പോരുമ്പോ പുണ്യനബിയുടെ വാക്കാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് നടന്നു പോകുമ്പോ എന്താ പറഞ്ഞത്? അവര് ചെരിപ്പടിക്കാരിന്റെ ശബ്ദം കേൾക്കും. മയ്യത്ത് കേൾക്കൂട്ട, പാപ്പ കേൾക്കും.
അപ്പൊ എന്താ സംഭവം? ആയത്തും ഹദീസും എതിരായോ? ഇല്ല. പിന്നെ എന്താണ്? ഇതാണ് പ്രശ്നം. ഈ അധിക ആളുകൾക്കും ഈ സത്യവഴിയിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള കാരണം എന്താണെന്നറിയോ? അവർ ഈ നേരായ രീതിയിൽ ഖുർആൻ പഠിക്കണില്ല എന്നുള്ളതാണ്. നമ്മളെ യുക്തിക്കനുസരിച്ചല്ല ഖുർആൻ നോക്കേണ്ടത്. ഖുർആൻ പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ മുൻഗാമികൾ എങ്ങനെയാണ് ആ ആയത്ത് വിശദീകരിച്ചത്, ആ വിശദീകരണം ഉൾക്കൊള്ളണം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇമാം ബുഖാരി വലിയ ഹദീസ് പണ്ഡിതനല്ലേ, പക്ഷെ ആ ഇമാം ബുഖാരി ഷാഫി മദ്ഹബ് സ്വീകരിച്ച ആളാണ്. ആ ഇമാം ബുഖാരി ഷാഫി മദ്ഹബ് സ്വീകരിച്ചു. എനിക്കൊരു മദ്ഹബും വേണ്ട, ഞാനല്ല ഇപ്പൊ ഈ ഹദീസൊക്കെ ക്രോഡീകരിച്ചത്, ഞാൻ ഇന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചോളാം എന്ന് ബുഖാരി ഇമാം സ്വീകരിച്ചില്ല. സഹോദരങ്ങളെ, യുവാക്കളെ, നമ്മൾ മനസ്സിലാക്കണം. ഒരു ഷാഫി മദ്ഹബ് സ്വീകരിച്ചു, വഫാത്തായി. അപ്പൊ നമ്മുടെ മുൻഗാമികൾ ഈ ആയത്ത് വിശദീകരിച്ചത് എങ്ങനെ? ഇമാം തൊബരിയുടെ തഫ്സീർ എടുക്കും. മഹാനവറുകളെ തഫ്സീറിൽ പറയാണ്, വഖൗലുഹു ഇന്നക ലാ തുസ്മിഉൽ മൗത. എല്ലാ ഉമ്മമാരും പഠിക്കണം, സഹോദരിമാരും മനസ്സിലാക്കണം. എന്താ പറയുന്നത്? ഈ മരിച്ചവര് കേൾക്കൂല എന്നർത്ഥം പറയുന്ന ഈ ആയത്ത് വിശദീകരിച്ചിട്ട് പറയുന്നറിയോ? യഖൂലു, അല്ലാഹ് പറയാണ്, ഇന്നക യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ലാ തഖ്ദിറു അൻ തുഫഹിമൽ ഹഖ്ഖ മൻ തബഅ അല്ലാഹു അലാ ഖൽബിഹി ഫഅമാതഹു. ഹൃദയം മരിച്ചുപോയവരെ കേൾപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. ലിഅന്ന അല്ലാഹ ഖദ് ഖതമ അലൈഹി അല്ലാ യഫ്ഹമഹു. അല്ലാഹ് സീൽ വെച്ചു കഴിഞ്ഞു. ഇപ്പൊ നമ്മളുണ്ടല്ലോ സാധാരണ ഇത് പറഞ്ഞ് കേൾക്കൂല എന്നുള്ള അർത്ഥത്തിലല്ല. ചിലപ്പോ നമ്മൾ പറയും, ഉസ്താദേ അല്ലെങ്കിൽ മാഷോട് ഒരു മാഷേ, എന്റെ മോണ്ട് തീരെ പറഞ്ഞാ കേൾക്കൂല. അതിന്റെ അർത്ഥവും ചെവി പൊട്ടനാന്നാ? അതാണോ അതിന്റെ അർത്ഥം? അല്ല. പിന്നെന്താണ്? അനുസരിക്കൂല എന്നതുപോലെ ഈ ഹൃദയം മരിച്ചുപോയവരെ, അവരെ നിങ്ങൾക്ക് സത്യം അനുസരിപ്പിക്കാൻ കഴിയൂല. നിങ്ങളുടെ ഈ സന്ദേശം അവർ കേൾക്കൂല. അവരുടെ ഹൃദയത്തിൽ പടച്ചോൻ സീല് വെച്ചു കഴിഞ്ഞു. അതല്ലാതെ മരിച്ചോര് കേൾക്കൂല എന്നല്ല. സുബ്ഹാനല്ലാഹ്. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്, പ്രഗൽഭ സ്വഹാബിയാണ്. അവരുടെ ഒരു വസിയ്യത്ത് കാണാം. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. ആ വസിയ്യത്തിൽ പറയുന്നത് എന്താണ്? ഫഇദാ ദഫൻതുമുനി, എന്നെ നിങ്ങൾ മറവ് ചെയ്ത് കഴിഞ്ഞാൽ ഫശുന്നു അലയ്യ തുറാബ ശന്നാ, നിങ്ങൾ മണ്ണ് വാരിയിടണം. മഹാനവറുകൾ പറയാണ്, എന്റെ കബറിൽ മണ്ണ് വാരിയിടണം. അങ്ങനെ മണ്ണ് വാരിയിട്ട് കബറടക്കം കഴിഞ്ഞിട്ട് പോകല്ല, നിങ്ങൾ പോകല്ല. അംർ ഇബ്നുൽ ആസ് എന്ന സ്വഹാബി വര്യന്റെ വസിയ്യത്ത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് കാണാം. സുമ്മ അഖീമു ഹൗല ഖബരി ഖദ്റ മാ തുൻഹറു ജസൂറുൻ വയുഖ്സമു ലഹ്മുഹാ. ഒരു ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യാൻ ആവശ്യമായ സമയം, ആ സമയം അത്രയും നിങ്ങൾ എന്റെ കബറിന്റെ പരിസരത്തു നിൽക്കണം. എന്തിനാണത്? അത്രയും സമയം കബറിന്റെ പരിസരത്ത് ചെലവഴിക്കണം. എന്നിട്ട് മഹാനായ അംർ ഇബ്നുൽ ആസിന്റെ വസിയ്യത്ത് എന്താ? മഹാനവറുകൾ പറയുന്നത്, ഹത്താ അസ്തഇനിസ ബിക്കും, ഞാൻ നിങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ വേണ്ടിയാണ്. എനിക്ക് നിങ്ങളെ കൊണ്ട് സന്തോഷിക്കണം. എന്റെ റബ്ബിന്റെ ദൂതന്മാര് കുറച്ചു കഴിഞ്ഞവിടെ വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്തു മറുപടി പറയണമെന്ന് ആലോചിക്കണം. അതിന് നിങ്ങളെ സഹായം എനിക്ക് വേണം. അതല്ലേ സഹോദരങ്ങളെ, നമ്മൾ മയ്യത്ത് കബറടക്കം ചെയ്തു കഴിഞ്ഞാൽ തൽഖീന് ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. അതെ, അവിടെ മലക്ക് വരും, മൻ റബ്ബുക്കാന്ന് ചോദിക്കും. പതറാതെ പറഞ്ഞോ അല്ലാഹു റബ്ബി എന്ന് പറഞ്ഞോ എന്ന് പറയുമ്പോ നമ്മുടെ എളിയ ബുദ്ധി കൊണ്ട് ചിന്തിക്കല്ല സഹോദരാ. ഇസ്ലാമിന്റെ ആദർശം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ നിൽക്കല്ല. അത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച പ്രമാണങ്ങളെ കൊണ്ട് മനസ്സിലാക്ക്. ഖുർആനും ഹദീസും നമ്മുടെ മുൻഗാമികൾ പഠിച്ചതുപോലെ മനസ്സിലാക്ക്. മരിച്ച് നമുക്ക് ജീവിക്കേണ്ടത് മരിച്ചതിന്റെ ശേഷമുള്ള ജീവിതമാണ്. ഈ ദുനിയാവിൽ നമുക്ക് എങ്ങനെയും ജീവിച്ച് മരിക്കാം. അതേ സമയത്ത് ആഖിറത്തിൽ സ്വർഗം വേണോ? അല്ലാഹുവിന്റെ
പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വല്ലാഖിറതു ഖൈറും വഅബ്ഖാ. പരലോകമാണ് നിലനിൽക്കുന്ന ലോകം, പരലോകമാണ് നശിക്കാത്ത ലോകം. അവിടെ രക്ഷപ്പെടേണ്ട സഹോദരാ, ഇസ്ലാം വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണേ. ഞാൻ എന്തിനാ അത് പറഞ്ഞത്? അപ്പൊ നമ്മുടെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ആയത്തും ഹദീസൊക്കെ ഫൈറ്റിംഗ് കാണും. അള്ളി റസൂലും സംഘടനയായിട്ടൊക്കെ തോന്നും. അള്ളി റസൂല് സംഘർഷം ഉണ്ടാവുമോ? അള്ളാന്റെ റസൂല് അള്ളാഹ്ക്കെതിര് പറയോ? അള്ളാന്റെ റസൂല് പറഞ്ഞ എന്താ? ഞാൻ എന്തു പറയുന്നത് വഹീന്റെ അടിസ്ഥാനത്തിലാന്നാ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ ബുദ്ധികൾ ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മൾ തള്ളരുത്. ഏത് കാര്യവും അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ അടുത്ത് വലിയ ഒരു ചർച്ചയായ ഒരു ഹദീസായിരുന്നു ഈച്ചന്റെ ഹദീസ്. ബുഖാരിയിലൊക്കെ ഉള്ള ഒരു ഹദീസാ. എന്താ ഹദീസ് അറിയങ്ങള്? ഈച്ച വെള്ളത്തിൽ വീണാൽ എന്താ ചെയ്യേണ്ടത്? മുത്തുനബി പറഞ്ഞ എന്താ അറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഈച്ചയെ മുഴുവനായിട്ട് മുക്കണം. ഈച്ച വീണാ ഈച്ചനെ വെള്ളത്തിൽ മുക്കിനെടുക്കുക, എന്നിട്ടാണ് ഒഴിവാക്കുക. അതെന്തിനാ അങ്ങനെ? ഇനി നബി പറഞ്ഞ കാരണം എന്താ അറിയോ? ഈച്ചക്ക് 2 ചിറകല്ലേ? ഒരു ചിറകില് വിഷം, ഒരു ചിറകിൽ അതിനുള്ള പരിഹാര ഔഷധം. അള്ളാഹ് അങ്ങനെ ഈച്ചയെ പടച്ചത്. ഇന്നോളം ഈച്ചയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുണ്ട്. ഇല്ല. ഡോക്ടർ കൈറോത്തമിസ് ക്രിസ്തീയ പണ്ഡിതനാണ്. അയാൾ പറയുന്നു, ഞാൻ ഈ ഈച്ച വെള്ളത്തിൽ വീണപ്പോ അതിനുശേഷം ഈച്ചയെ വെള്ളത്തിൽ മുഴുവനായി മുക്കിയെടുത്തപ്പോ ചില മാറ്റങ്ങൾ വെള്ളത്തിൽ എന്റെ പഠനത്തിൽ തെളിഞ്ഞു എന്ന് കൃത്യമായി ഡോക്ടർ കൈറോത്തമിസിനെ പോലുള്ളവർ പറയുന്നു. പക്ഷെ ചിലർ പറയുന്ന എന്താണ്? അത് നമ്മൾ യുക്തിക്കാണ്ട് ശരിയാകണില്ല, അത് തൽക്കാലം നമ്മളാണ് മാറ്റിവെക്കുക എന്നെടുക്കാൻ കഴിയും. പിന്നെ ഹദീസ്, പുണ്യനബിന്റെ വാക്ക് അള്ളാന്റെ റസൂലിനെ അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. അത് നമ്മളെ നേതാവാ. അവിടുന്ന് മൊഞ്ചുള്ള വർത്താനല്ലാതെ വേറെന്തെങ്കിലും ഒരു ബടായി പറഞ്ഞിട്ടാ നമുക്ക് നമ്മളെ നേതാവിന് അത്ര വിശ്വാസം ഇല്ലേ? പിന്നെ നമ്മൾ എന്ത് മാപ്പിളാരാ? ആ മുത്തു പറഞ്ഞ അത് മുത്തിന്റെ വാക്കാ. അതിലൊന്നും ഒരു തെറ്റും ഒരു ശാസ്ത്രജ്ഞനും വളർന്നിട്ടില്ല. നെഞ്ചു വിരിച്ചു പറയാൻ കഴിയും, ലോകത്ത് ദൈവികമായ മതം ഇസ്ലാം ഒന്ന് മാത്രമല്ലേ ഉള്ളൂ. ഇസ്ലാം ഒന്ന് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനാണ് അതിന് സംശയം? ആ ഹദീസ് തള്ളാൻ പാടില്ല. ആ ഹദീസ് ഉൾക്കൊള്ളണം. നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയോ ഇല്ലേന്ന് നോക്കിയിട്ട് കാര്യമില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞത് ഇവിടെ ബുദ്ധിമോശാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞു, പെണ്ണേ നീ ആണിനെ പോലെയല്ല, ആണ് പെണ്ണിനെ പോലെയല്ല എന്ന് അള്ളാന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ഇവിടെ സമത്വത്തിന്റെ പേര് പറഞ്ഞ് ആണും പെണ്ണും തുല്യമാണെന്ന് പറയാൻ കഴിയുന്നവര്? ഞാൻ അവരോട് ചോദിക്കട്ടെ, മനുഷ്യന്റെ ശരീരശാസ്ത്രത്തിന്റെ ബാലപാഠം പോലും അറിയാത്തവർക്കാണ് അങ്ങനെയുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. ഞാൻ ഒരൊറ്റ ഉദാഹരണം ചോദിച്ചോട്ടെ. ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ മനുഷ്യന്റെ തലച്ചോറ്, ആണിനും പെണ്ണിനൊക്കെ തലച്ചോറുണ്ട്, പെണ്ണിനും ബുദ്ധിയുണ്ടല്ലോ. ഈ തലച്ചോറ് തുല്യാണോ? തലച്ചോറ് തുല്യാണെന്നാ ശരീരശാസ്ത്രം പറഞ്ഞത്? തുല്യല്ല എന്ന് പറഞ്ഞു. തുല്യല്ല. പുരുഷന്റെ തലച്ചോറ് എത്ര എന്നറിയോ? ഇത് ഖുർആനിലുള്ള കേട്ടോ, ഇത് ശാസ്ത്രം പറഞ്ഞു തന്നതാ. 1375 ഗ്രാമാ പുരുഷന്റെ തലച്ചോറ്. നമ്മളെ പെണ്ണുങ്ങളെ തലച്ചോറോ 1260 ഗ്രാം. ഇതിന് ഇസ്ലാമിനോട് വെറുപ്പ് വെച്ചിട്ട് കാര്യണ്ട. ഇത് ഇസ്ലാമിനോട് വെറുപ്പ് വെച്ചിട്ട് കാര്യണ്ട. ശാസ്ത്രം കണ്ടെത്തട്ടെ തുല്യ തലച്ചോറാണെന്ന്. തിരി പുളിക്കും. ഇതിനിപ്പോ ആലിമീങ്ങളെ കൊച്ചാക്കിയിട്ട് കാര്യമുണ്ടോ? ഇതിലിപ്പോ ചാനൽ ചർച്ചക്ക് പോയിട്ട് തട്ട ഊരി പ്രതിഷേധിച്ചിട്ട് കാര്യണ്ട. ഇനി ഞാൻ ചോദിക്കട്ടെ, തലച്ചോറ് മാത്രോ? ഹൃദയം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ ഹൃദയം പുരുഷന് 350 ഗ്രാമാണ്. പെണ്ണിന്റെ ഹൃദയമോ 250 ഗ്രാമാണ്. എന്റെ പ്രിയപ്പെട്ട യുവതികളെ, കണ്ടോ നിങ്ങൾ വ്യത്യാസം? ഇനിയും ഞാൻ ചോദിക്കട്ടെ, വൃക്ക പുരുഷന്റേത് 160 ഗ്രാമാണ്, പെണ്ണിന്റേത് 140 ഗ്രാമാണ്.
അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് 6-ാം നൂറ്റാണ്ടിലുള്ള ജനങ്ങളോടാണ് പറയുന്നത്. വലിരിജാലി അലൈഹിന്ന ദറജാ, ആണുങ്ങൾക്ക് ചില പ്രത്യേകതകൾ അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. ഇത് ശാസ്ത്രം ഇന്ന് ശരിവെക്കുകയാണ്. വൃക്കയിൽ തൂക്കവ്യത്യാസമുണ്ട്, ഹൃദയത്തിൽ തൂക്കവ്യത്യാസമുണ്ട്. ഇനി കരളെടുത്തോളൂ, 1600 പുരുഷന്റെതെങ്കിൽ പെണ്ണിന്റെത് 1500. ഇനി ഉയരം നോക്കുക, ആണും പെണ്ണും തുല്യ ഉയരം ആണോ? ആണും പെണ്ണും തുല്യ ഉയരം? എന്താ നിങ്ങളൊന്നും പറയാത്തത്? ആണെന്ന് അല്ല നിങ്ങൾക്ക് തോന്നിയിരിക്കുന്നത്? നോക്കിയിട്ടില്ലാന്നോ? ഓ, വല്ലാത്ത ഉത്തരായി. എന്നാ ഉയരം ശാസ്ത്രം പറയുന്ന എത്രയാണ്? 69 ഇഞ്ചാണ് പുരുഷന്റെ ശരാശരി ഉയരം. പെണ്ണിന്റെത് 64 ഇഞ്ചാണ്. തൂക്കം 154 പൗണ്ട് പുരുഷൻ, 128 പൗണ്ട് പെണ്ണ്. ഈ ശരീരത്തിലുള്ള രക്തം, അതാണും പെണ്ണും ഒരുമാതിരിയാ. ശരീരത്തിലെ രക്തത്തിന്റെ അളവ് 20% ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ ശരീരത്തിലുള്ള രക്തത്തെക്കാളും അളവ് കൂടുതലുണ്ട്. ഇനി നിങ്ങൾ പറ, ആണിനും പെണ്ണിനും തുല്യ നിയമമാക്കാൻ പറ്റുമോ? എങ്ങനെ പറ്റും? എങ്ങനെ പറ്റും ആണിനും പെണ്ണിനും തുല്യ നിയമം? നിങ്ങൾ ഏത് സാഹസിക ജോലി എടുത്തോളൂ, അതിലൊക്കെ ഇന്നും ആണുങ്ങൾ തന്നെയല്ലേ കൂടുതൽ. ഈ വേണ്ട, അതിന്റെ അർത്ഥം ഈ പെണ്ണൊന്നിനും കൊള്ളാത്തവരാണ്, അതിന്റെ ഒറ്റ മോശമാണെന്ന് അർത്ഥമല്ല. ഓൽക്ക് ചെയ്യണമെന്നും എനിക്കും ഇങ്ങൊക്കെ ചെയ്യാൻ തന്നെ കഴിയൂല. ഞാൻ ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ LKG ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങളെയും പറ്റുമോ? തിബിയാനിലെ കുട്ടികളെ പഠിപ്പിക്കണൊക്കെ പെണ്ണുങ്ങളാ. എന്താ അവിടെ ഒരു മൂല്യരെ കൊണ്ടുവരുത്താൻ? 3 വയസ്സായ കുട്ടികളുണ്ടാകുക, ഓലൊന്ന് പഠിപ്പിക്കാൻ പോയി നോക്കൊണ്ടിങ്ങൾ. ഓൻ എങ്ങോട്ട് നോക്കിയാണോ ഓൻ അങ്ങോട്ട് നോക്കൂ. അപ്പൊ തന്നെ നമ്മളെ പ്രഷർ കയറും. ഒന്നാണ് തന്നാ കാണാന്ന് പറയും. അതോടുകൂടെ നമ്മൾ പോയി, മൂപ്പര് ആ കുട്ടിയും പോയി. ഈ ക്ഷമ എന്ന് പറയുന്നത് പെണ്ണിനെ ഉണ്ടാവുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അയച്ചുള്ള ക്ഷമ നമ്മളെ കൊണ്ട് കഴിയോ ഒരു കുട്ടീനെ പരിപാലിക്കാൻ? രാത്രി ഏറെ വൈകിയ നമ്മളെ ഭാര്യ കിടക്കണത്. അങ്ങനെ കിടന്ന് കുട്ടിക്ക് മുലപ്പാലൊക്കെ കൊടുത്ത് സുബ്ഹാനല്ലാഹ്, ആ ഭാര്യ ഇങ്ങോട്ട് കണ്ണുക്ക് ഉറക്ക് വന്നിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പൊ കുട്ടി മൂത്രമൊഴിച്ചു കരയുണ്ട്. അതിനെ വാരി പോയി എടുത്ത് കഴുകി വൃത്തിയാക്കി ഡ്രസ്സ് മാറ്റി കൊടുത്ത് വീണ്ടും കെടുത്തി ഉറക്കും. ഒരു പൊറുതിയോട് ഒരു പെണ്ണുങ്ങളും കാട്ടിയിട്ടില്ലല്ലോ. എന്നാ വിരുന്ന് പോകാൻ നേരത്ത് ചിലപ്പോ ഞമ്മക്ക് പമ്പേഴ്സ് ഇടാതെ ഈ കുട്ടീനൊന്ന് പിടിച്ചാണ് ഞാനൊന്നും ഡ്രസ്സ് മാറിക്കാട്ടെ എന്ന് പറഞ്ഞു തരും. അങ്ങനെ നമ്മളിങ്ങനെ നല്ല സ്നേഹത്തോടെ മോളെ, കരളെ, കുഞ്ഞാളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉമ്മ വെച്ച് കളിക്കുമ്പോഴാവും കുട്ടി ഒരൊറ്റ സ്പ്രേ ഉണ്ടാറും. എവിടെ കൊണ്ടേക്ക കുട്ടീനെ? നമ്മളെ സ്നേഹം എങ്ങനെ ഉണ്ട്? ഇത് പെണ്ണിനെ കഴിയൂ. നീ ഞാൻ ചോദിക്കട്ടെ, മുലയൂട്ടുക ഇത് നമുക്ക് ചെയ്യാൻ കഴിയോ? പെണ്ണിനല്ലേ കഴിയൂ. എന്താ ഇതൊന്നും മനുഷ്യന്മാര് ചിന്തിക്കാത്തത്? ഓരോന്നിനും അല്ലാഹു തആല ഓരോന്നല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പൊ പെണ്ണിന് കഴിയണ ഒരു കാര്യം ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടെങ്കിൽ എന്തായത്, ആണ് പെണ്ണായി ശസ്ത്രക്രിയ. അത് അവയവങ്ങൾ ചിലത് മുറിച്ചു മാറ്റാൻ കഴിയുന്നല്ലാതെ ആണ് പെണ്ണാകുമോ? എവിടെ ആണ് പെണ്ണായത്? എന്നിട്ട് എന്ത് ചെയ്തറിയോ? ഒരു പെണ്ണ് ആണിന്റെ മാതിരി വേഷം കെട്ടി അതിനു വേണ്ടിയിട്ടുള്ള പല ശസ്ത്രക്രിയ നടത്തി. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഓള് ഗർഭിണിയായി. എന്നിട്ട് വലിയ സംഭവം ചാനലിലൊക്കെ ഓള് ഗർഭിണിയായി എന്ന്. ആദ്യമായിട്ടാണല്ലോ ഒരു പെണ്ണ് ഗർഭിണിയാണ്. ഇതൊക്കെ ചാനൽ ചർച്ചയിൽ ചർച്ച ചെയ്യാനും കുറെ സാധനങ്ങൾ. എന്നിട്ട് ഇപ്പൊ ആ പെണ്ണും മരിച്ചു, ഒക്കെ മരിച്ചില്ലേ, ആത്മഹത്യ ചെയ്തു പോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ കഷ്ടപ്പാട്. അല്ലെങ്കിൽ ഇപ്പൊ പ്രസവിക്കാൻ പെണ്ണാകണം, പിന്നെ കല്യാണം കഴിക്കണം എന്നില്ല. ബീജബാങ്ക് ഉണ്ട് ഇപ്പോ. ബീജബാങ്ക് ഇപ്പൊ ലെസ്ബിയൻ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഭരണകൂടങ്ങൾ വരെ. ലെസ്ബിയൻ വിവാഹങ്ങളെ, ആദില നൂറകളെ നിങ്ങൾ കണ്ടില്ലേ? എന്താണ് അവർ പൊതുസമൂഹത്തിന് നൽകുന്ന മെസ്സേജ്? എന്താണ് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം? അവർക്ക് പ്രത്യേകം സംവരണം വരെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര വലിയ ക്രൂരമായ ഒരു മെസ്സേജാണ് അവർ ഈ സമൂഹത്തിന് നൽകുന്നത്.
ഇനി അവർക്ക് എങ്ങനെ മക്കളുണ്ടാകാൻ പണിയൊന്നുമില്ല. അതിന് ബീജ ബാങ്ക് മതി. ഏതെങ്കിലും ഒരുത്തന്റെ ബീജം കൊണ്ടുവന്ന് ഇവളിൽ കുത്തിവെച്ചാൽ അവളിൽ മക്കളുണ്ടാകും. അതിലൊന്നും സംശയമില്ല. പക്ഷെ അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, വിവാഹം എന്ന് പറയുന്നത് മക്കളെ ഉണ്ടാക്കാൻ മാത്രമല്ല. പുതിയ സമൂഹം വായിച്ചത് അങ്ങനെയാണ്. പുതിയ സമൂഹം വിവാഹത്തെ കുറിച്ചുള്ള സങ്കല്പവും അതാണ്. അവര് വാഴിക്കട്ടെ സൂറത്തുർ റൂമിലെ 21-ാം വചനം. വിവാഹം എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ആ വചനത്തിൽ കാണാം. അതിൽ എന്താ അല്ലാഹു പറയുന്നത് അറിയോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ. സഹോദരിമാരെ, വിവാഹിതരാകാത്ത യുവതിയുവാക്കളെ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്ക്. എന്തിനാ വിവാഹം? സന്താനോത്പാദനത്തിനല്ല, കാമപൂർത്തീകരണത്തിന് വേണ്ടി മാത്രമല്ല. കാമപൂർത്തീകരണത്തിന് ഇവിടെ എന്തെല്ലാം വഴികളുണ്ട്. വഴിവിട്ട മാർഗം സ്വീകരിച്ചാലും കാമപൂർത്തീകരണം നടക്കും. ദേശയ്ക്ക് പണമാണ് വേണ്ടത്, കാമുകിക്ക് കാമം തീർക്കലാണ് ആവശ്യമുള്ളത്. അതിനൊക്കെയാണ് അവരാഗ്രഹിക്കുന്നത്. എന്നാൽ ഇസ്ലാമിലെ വിവാഹം എന്തിനാണ് എന്ന ചോദ്യം സൂറത്തുർ റൂമിലെ 21-ാം വചനം മറുപടി പറയുന്നു. ലിതസ്കുനൂ ഇലൈഹ, ശാന്തി തേടി ചൊല്ലാനുള്ള ഘട്ടമാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നോക്കൂ നിങ്ങൾ, എന്താ ഈ ശാന്തി തേടി ചെല്ലാനുള്ള ഘട്ടം? അതാ നമ്മുടെ ഭാര്യ, ശാന്തി തേടി ചെല്ലാനുള്ളത്. ഇപ്പൊ ഗൾഫിൽ നല്ല ചൂടാ. ആ ചൂട് സഹിച്ചിട്ട് ജോലിയെടുത്ത് ഒരുപാട് മണിക്കൂർ ജോലിയെടുത്ത് അങ്ങനെ റൂമിൽ വന്ന്, ശീതീകരിച്ച എയർ കണ്ടീഷൻ ഉള്ള റൂമാ, ആ റൂമിൽ വന്ന് ശരീരം തണുക്കും. പക്ഷേ ചൂട് പിടിച്ച പുരുഷന്റെ മനസ്സ് തണുപ്പിക്കാൻ ശീതീകരിച്ച റൂമിലെ തണുപ്പ് കൊണ്ടാവില്ല. ആ മനസ്സ് തണുക്കൽ എപ്പോഴാണെന്നറിയോ? വീട്ടിലുള്ള ഭാര്യയെ വിളിച്ചിട്ട് സംസാരിക്കുമ്പോഴാണ്. ചൂട് പിടിച്ച മനസ്സിനെ തണുപ്പിക്കാൻ വിവാഹ ജീവിതത്തിലൂടെയുള്ള സഹധർമ്മിണിക്ക് കഴിയൂ. അതുകൊണ്ടാണ് വിവാഹിതർ മനസ്സംതൃപ്തിയുള്ളവരാണെന്ന് NC ഗ്ലിന്നിന്റെ പഠനവും വിളിച്ചു പറഞ്ഞു. അതൊക്കെ വിശാലമായി പറയേണ്ടതാണ്, നമ്മൾ പഠിക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആണും പെണ്ണും തുല്യമല്ല എന്ന് കൃത്യമായി ശാസ്ത്രം പറഞ്ഞു. മതനിയമത്തിലും അങ്ങനെയാണ്. ആ നിയമം വ്യത്യാസമുണ്ടായത് കൊണ്ടാണ് പെണ്ണേകി മറ. നിങ്ങളെ കൈകാലുകളിൽ ആഭരണങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ സംസാരിക്കുന്ന എന്നിലോ ഈ സദസ്സിലിരിക്കുന്ന ഈ പുരുഷന്മാരുടെ കൈകാലുകളിലോ ഒരാഭരണവും ഇല്ല. വെള്ളിമോതിരം ഞങ്ങൾക്ക് ധരിക്കാം, അതേ സമയത്ത് സ്വർണം നിഷിദ്ധമാണ്. പെണ്ണിന് സ്വർണം ഹലാലാണ്. നിയമം അങ്ങനെയാ. പട്ടുവസ്ത്രം അത് പെണ്ണിന് ഹലാലാണ്, പുരുഷന് ഹറാമാണ്. ഞങ്ങൾ ഇന്ന് വരെ ഒരു സമരം ചെയ്തിട്ടുണ്ടോ? സ്വർണം ധരിക്കാൻ ഞങ്ങൾക്കും വേണം അവകാശമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അത് അല്ലാഹു പെണ്ണുങ്ങൾക്ക് അനുവദിച്ച കാര്യമാണ്. ഇനി പെണ്ണിന്റെ ഔറത്താകട്ടെ, അത് ആണിന്റെ ഔറത്ത് പോലെയല്ല. ഒരു പുരുഷന്റെ ഔറത്ത് എത്രയാണ്? അവൻ നിസ്കരിക്കുകയാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും അവന്റെ നഗ്നതാഭാഗം എന്ന് പറയുന്നത് അത് മൊട്ടുപൊക്കിലിന്റെ ഇടയിലുള്ള സ്ഥലമാണ്. പുരുഷൻ അത്രയും മറച്ചാൽ അവന്റെ ഔറത്ത് മറച്ചവനായി തീർന്നു. എന്നാൽ ഒരു പെണ്ണിന്റെ ഔറത്ത് എന്താണ്? അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചതാണ്. ഒരു അന്യ പുരുഷന്റെ മുന്നില് പെണ്ണേ നീ ഔറത്താണ്, നീ ശരീരം മറക്കേണ്ടവളാണ്. അനിവാര്യമായ കാര്യത്തിന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ നീ ശരീരം മറച്ചവളായി വെളിയിലേക്ക് പോകണം. അതാണ് അള്ളാന്റെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നീ കൈതണ്ട മറക്കാതെ പോകല്ല പെങ്ങളെ, നീ തലമറക്കാതെ പോകല്ല പെങ്ങളെ. നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ വണ്ണങ്ങൾ എടുത്ത് ഫിറ്റായി വിനകത്ത് എടുത്തു കാണിക്കുന്ന ഫിറ്റായ വസ്ത്രം ധരിച്ചിട്ട് പോകല്ല പെങ്ങളെ, പോകല്ല പെങ്ങളെ. അതിന് ഇസ്ലാം നിങ്ങൾക്ക് അനുമതി നൽകിയിട്ടില്ല. നിങ്ങളെ മാതൃകാ വനിത ആരാണെന്നറിയുമോ? അത് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ ബീവിന്റെ പാട്ട് ഇങ്ങനെ കേട്ടോണ്ട് മാത്രമായില്ല. ഫാത്തിമ ബീവി റസൂലുള്ളാഹിന്റെ പൊന്നുമോള, റസൂലുള്ളാഹിന്റെ പൊന്നുമോള, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്നാ മുത്തുനബി ഫാത്തിമ ബീവിയെ കുറിച്ച് പറഞ്ഞത്. ആ ഫാത്തിമ ബീവിക്ക് നബിയോട് വലിയ സ്നേഹം ഉണ്ടായതുകൊണ്ടല്ലേ, നബിക്ക് മൂപ്പത്തിയോട് വലിയ സ്നേഹം ഉണ്ടായതുകൊണ്ടല്ലേ ഫാത്തിമ ബീവി ഒരൊറ്റ വക്തിനും ജമാഅത്തിനും പോയിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഒരു ഭാര്യയും പോയിട്ടില്ല, ഒറ്റ ഭാര്യയും ജമാഅത്തിന് പോയിട്ടില്ല. അത് നിയമമാണ്. എന്തേ കാരണോ? ഞങ്ങൾക്ക് പള്ളി പുണ്യമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പുറത്ത് കറങ്ങുല നിസ്കരിച്ചാൽ.
അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാര് പോയില്ല എന്ന് പറയുന്നത് ആരാ? ഞാനല്ല. ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതൻ, മഹാനായ നമ്മുടെ മദ്ഹബിന്റെ നേതാവ് സയ്യിദുന ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഒരു പറയാണ്, വലം നഅലം മിൻ ഉമ്മഹാത്തിൽ മുഅ്മിനീന ഇംറഅതൻ ഖറജത ഇലാ ജുമഅത്തിൻ വലാ ജമാഅത്തിൻ ഫീ മസ്ജിദ്. നബിയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയും ജുമഅക്കോ ജമാഅത്തിനോ പള്ളിയിൽ പോയതായി എനിക്കറിയാൻ സാധിച്ചിട്ടില്ല. ഷാഫി ഇമാം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ആരാ അറിയാ? പോയിട്ടില്ല. വമാ അലിംതു അഹദൻ മിൻ സലഫിൽ മുസ്ലിമീൻ, നമ്മുടെ സച്ചരിതരായ പൂർവസൂരികളായ മുസ്ലിമീങ്ങളിൽ ഒരാളെയും ഞാൻ അറിഞ്ഞിട്ടില്ല. അമറ അഹദൻ മിൻ നിസാഇഹി ബിഇത്യാനി ജുമഅത്തിൻ വലാ ജമാഅ മിൻ ലൈലിൻ വലാ നഹാർ വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളലുൻ അമറൂഹുന്ന ബിഹി വഅദിനൂ ലഹുന്ന ഇലൈഹി. എന്താണ് ആ വാക്ക്? എന്താ മഹാൻ പറയുന്നത്? പൂർവസൂരികളായ നബിയുടെ ഭാര്യമാരെന്നല്ല, സ്വഹാബിമാരെ, താബിഈങ്ങളെ, തബഉ താബിഈങ്ങളെ, സച്ചരിതരായ നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരാളും അവരുടെ ഭാര്യമാരോടോ പെൺമക്കളോടോ സഹോദരിമാരോടോ രാത്രിയിലോ പകലിലോ ഉള്ള ഒരു ജമാഅത്തിന്, ഒരു ജുമഅക്ക് വേണ്ടി പള്ളിയിൽ പോകാൻ അവരാരും കൽപ്പിച്ചിട്ടില്ല. വല്ല പുണ്യം ഉണ്ടെങ്കിൽ ഷാഫി ഇമാമിന്റെ വാക്ക് നോക്കണം, വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫളലുൻ, പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ എന്തെങ്കിലും പുണ്യം ഉണ്ടെങ്കിൽ അമറൂഹുന്ന ബിഹി, അവരല്ലേ ആ പുണ്യം കൊണ്ട് കൽപ്പിക്കുക. ആ പുണ്യം ആയിഷ ബീവിക്ക് കൽപ്പനയായി കൊടുക്കൂലേ മുത്തുനബി? ഫാത്തിമ ബീവിക്ക് കൊടുക്കൂലേ? കൊടുത്തില്ല. എന്തേ കാരണം? പെണ്ണിന് പള്ളി പുണ്യമില്ല. വഅദിനൂ ലഹുന്ന ഇലൈഹി, അവര് സമ്മതം കൊടുക്കുമായിരുന്നു പുണ്യമുണ്ടെങ്കിൽ. എന്തേ കാരണം? എന്തേ ആയിഷ ബീവി പോകാതിരുന്നത്? ആയിഷ ബീവിന്റെ വീടും മദീനത്തെ പള്ളിയും തമ്മിലുള്ള അകലം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ മദീനത്തെ പള്ളി നിങ്ങൾ കണ്ടില്ലേ? അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മനോഹരമായ ആ ഖുബ്ബത്തുൽ ഖളറാ കണ്ടില്ലേ നിങ്ങൾ? അത് ഖബറു ഷരീഫിന്റെ മുകളിലല്ലേ? അത് ആയിഷ ബീവിന്റെ വീടാണ്. മുത്തുനബി തങ്ങൾ വഫാത്തായത് അവിടെയാണ്. ആയിഷ ബീവിന്റെ വീട്ടിലാ വഫാത്തായത്. അമ്പിയാക്കൾ എവിടെയാണോ വഫാത്താണെങ്കിൽ അവിടെ തന്നെ അടക്കം ചെയ്യണമെന്നാ. അതുകൊണ്ട് ആയിഷ ബീവിന്റെ അടുത്ത് തന്നെ അവിടെ ഖബറായത്. ആയിഷ ബീവിന്റെ വീട്ടിൽ ഖബറായത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ പള്ളിന്ന് ആ ഖബറു ഷരീഫുകൾ ദൂരത്ര ഉണ്ട്? ഒന്നുമില്ല. കാലം എടുത്തച്ചാൽ മതി. ഒരു വഴി കൂടി പോണ്ട, ഒരു ഫിത്ന ഭയപ്പെടണ്ട, ഒരു മുസീബത്ത് ഇറങ്ങുന്നു നോക്കണ്ട. മാത്രമല്ല പള്ളിയിലെ ഇമാമാരാ സ്വന്തം ഭർത്താവ്. ആയിഷ ബീവി എത്ര സൂക്ഷ്മതയുള്ള പെണ്ണ. പക്ഷേ ആയിഷ ബീവി ഒറ്റ ജമാഅത്തിന് പോയില്ലമ്മ, ഒരു ജുമഅക്കും പോയില്ല. എന്തേ കാരണം? ആയിഷ ബീവി ഉൾപ്പെടെയുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ പത്നിമാരോട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മെസ്സേജ് എന്താണ്? ഖൈറു മസാജിദിൻ നിസാഇ ഖൈറു ബുയൂതിഹിന്ന, ഒരു പെണ്ണിന്റെ ഉത്തമമായ പള്ളി ഏതാ? അവളെ വീടിന്റെ അന്തർഭാഗമാണ്, നിങ്ങളുടെ വീടിന്റെ ഉള്ളറയാണ് പെണ്ണേ. നിങ്ങൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ബെറ്ററായ പ്ലേസ്. ഇതാണ് പുണ്യ നബിയുടെ വചനം. ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണേ നിനക്ക് ഖൈർ നിന്റെ വീടാണ്. പാണുങ്ങൾ പള്ളി നിസ്കരിക്കണം, പള്ളി നിസ്കരിക്കണം, കൂലി രണ്ടാ. പള്ളിക്ക് പോയി നിസ്കരിച്ച കൂടുതൽ കൂലി കിട്ടും. പെണ്ണിന് അങ്ങനെ കിട്ടുമോ? കിട്ടുന്നൊരു ഹദീസിലില്ല. ഇനി മാത്രല്ല, നമുക്കൊക്കെ അറിയാം ഒരു പെണ്ണ് റബ്ബിലേക്ക് ഏറ്റവും അടുക്കുന്നത് എവിടെയാ? എവിടെയാ? വഅഖറബു മാ തകൂനു മിൻ വജ്ഹി റബ്ബിക വഹിയ ഫീ ഖഅരി ബുയൂതിഹ. പുണ്യനബി പറയാൻ, നീ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് ഇബാദത്ത് എടുക്കുമ്പോഴാണ് നിന്റെ റബ്ബിലേക്ക് നീ എടുക്കുന്നത്. എന്തിനാ പിന്നെ അത് ഒഴിവാക്കി പള്ളി പോണം? അതുകൊണ്ടാണ് മുസ്ലിം പെണ്ണുങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ സ്വഹാബത്താണ് ദീനെത്തിച്ചത്. കൊടുങ്ങല്ലൂരിലാണ് ആദ്യത്തെ പള്ളി. ഇന്ത്യയിൽ ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂരിലാണ്, ചേരമാൻ മസ്ജിദ് പള്ളി. ആ പള്ളി ഉൾപ്പെടെ 10-ലധികം പള്ളി സ്വഹാബത്ത് നിർമ്മിച്ചതായി ചരിത്രം പറയുന്നുണ്ട്. ആ പള്ളിയിൽ ഒറ്റ പള്ളിയിലും പെണ്ണുങ്ങള് ജുമഅക്കോ ജമാഅത്തിനോ പോയിട്ടില്ല. സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ ആരാ? നബിന്റെ ശിഷ്യന്മാരാ, നബിയെ കണ്ടോരാ, നബിന്റെ അടുത്ത് നിന്ന് ദീന് പഠിച്ചോരാ. അവരുണ്ടാക്കിയ ഒരു പള്ളിയിലും ഇല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണ്ടേ? നമ്മളത് ഉൾക്കൊള്ളണം. പെണ്ണിനുള്ള നിയമങ്ങൾ അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം.
എന്നാൽ മഖാമുകളിൽ, മഖ്ബറകളിൽ, ഉറൂസുകളിൽ, നേർച്ചകളിൽ പെണ്ണുങ്ങൾക്ക് തീരെ പുറത്തിറങ്ങണ്ടെന്നാണോ ഇസ്ലാം പറയുന്നു? പുറത്തിറങ്ങാം. അനിവാര്യമായ ഘട്ടങ്ങളിൽ പെണ്ണിന് പുറത്തിറങ്ങാം. പെണ്ണിന് സാധാരണക്കാരുടെ ഖബർ സിയാറത്ത് സുന്നത്തില്ല. അതേ സമയത്ത് മഹാത്മാക്കളുടെ മഖ്ബറ സിയാറത്ത് അത് പെണ്ണിനും ഇസ്ലാം നിയമമാക്കിയതാണ്, സുന്നത്തുണ്ട്. പക്ഷേ അവിടെയും നിബന്ധനകളും നിയമങ്ങളുമുണ്ട്. അത് പാലിക്കുന്നില്ലെങ്കിൽ മതമല്ല തെറ്റുകാരൻ, അത് പോകുന്ന പെണ്ണാണ് ശ്രദ്ധിക്കേണ്ടത്. അവിടെ പോകുന്ന പെണ്ണേ, നീ തലമറക്കാതെ ഒരു മഖാമിലും പോകല്ല. നീ ഒരിക്കലും അന്യ പുരുഷന്മാരോടൊത്ത് ഇടകലരുന്ന രീതിയിൽ ഉണ്ടാകരുത്. അതെല്ലാം ഇസ്ലാം വിലക്കിയതാണ്. നീ പോകുമ്പോ നിന്റെ ഹിജാബ് പൂർണ്ണമായും പാലിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സൂക്ഷ്മത പാഠമാകണം. ഫാത്തിമ ബീവിയുടെ സൂക്ഷ്മത പാഠമാകണം. ആരാ ഫാത്തിമ ബീവി? റസൂലുള്ളാഹിന്റെ പൊന്നുമോളല്ലേ. ആ ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട ഭർത്താവാരാ? പ്രിയപ്പെട്ട പെങ്ങളെ, അലിയാര് തങ്ങളാണ്. പാവപ്പെട്ടവരായിരുന്നു അലിയാര് തങ്ങള്. പക്ഷെ അള്ളാഹിന്റെ റസൂല് സ്വന്തം മോളെ കല്യാണം കഴിച്ചു കൊടുത്തത് അലിയാര് തങ്ങൾക്കാണ്. ആ അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവിയുടെ ജീവിതത്തിന്റെ അവസാന സമയത്തൊരു വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. നമുക്കത് ചരിത്രത്തിൽ കാണാം. ഫാത്തിമ ബീവി അലിയാരെന്നവരോട് ചെയ്യുന്ന വസിയ്യത്ത് എന്താണ്? പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് നിങ്ങൾ പകല് കൊണ്ടുപോയി മറവ് ചെയ്യരുത്. കണ്ടോ? എന്റെ മയ്യത്ത് നിങ്ങൾ പകല് കൊണ്ടുപോയി മറവ് ചെയ്യരുത്, രാത്രിയിൽ അടക്കം ചെയ്യണം. എന്തേ കാരണം? എന്താ കാരണം? ഫാത്തിമ ബീവി പറയാണ്, പകല് അന്ന് ഈ മയ്യത്ത് കട്ടിലിന് മൂടി വെക്കണ സ്വഭാവമല്ലോ. അപ്പൊ ഈ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുമ്പോ ഒരു ശരീരത്തിന്റെ വണ്ണം എത്രയെന്ന് കാണുമല്ലോ. കഫൻ ചെയ്യാന്ന തുണി കൊണ്ട് വാരി പിന്നെ പൊതിയാണല്ലോ, വരിഞ്ഞു മുറുക്കുകയാണല്ലോ. അപ്പൊ ഫാത്തിമ ബീവി ഭയപ്പെട്ടത് എന്താണെന്നറിയോ? നിന്റെ ശരീരത്തിന്റെ വണ്ണം അന്യ പുരുഷന്മാര് പകല് കൊണ്ടുപോകുമ്പോ കാണും. അതുകൊണ്ട് നിങ്ങൾ രാത്രിയിലാണ് എന്റെ മയ്യത്ത് മറവ് ചെയ്യേണ്ടത്. ആ ഫാത്തിമ ബീവിന്റെ പിൻഗാമികളാണ് നമ്മൾ. എന്നിട്ടാണോ നമ്മള് ലെഗിൻസ് ഇട്ട് വെളിയിലിറങ്ങുന്നത്? ശരീരം എടുത്തു കാണിക്കുന്ന ഫിറ്റായ വസ്ത്രം ധരിക്കുന്നത്? ഏറെ ഭയപ്പെടണം, ഏറെ ഭയപ്പെടണം. ഞാൻ എന്റെ സഹോദരിമാരോട് പറയട്ടെ, നിങ്ങൾ ഈ ഉറൂസിന് വന്നു, നിങ്ങൾ ഇവിടെ നടക്കുന്ന ആണ്ട് നേർച്ചയ്ക്ക് വന്നു, നിങ്ങൾ ഇതിനൊക്കെ സഹായിച്ചു. അള്ളാഹു നിങ്ങൾക്ക് വലിയ ഫലവും നൽകട്ടെ. അതേ സമയത്ത് ദീനിന്റെ നിയമങ്ങൾ നമ്മൾ പറയണം. ഓ എന്റെ ഉമ്മമാരെ, അള്ളാഹുവിന്റെ റസൂലിന് നരകം കാണിച്ചു കൊടുത്ത സമയത്ത് നരകത്തിൽ ഏറ്റവും അധികം പെണ്ണുങ്ങളെ മുത്തുനബി തങ്ങൾ കണ്ടുപോയി. ആണുങ്ങളെക്കാളും അധികം പെണ്ണുങ്ങളെ നരകത്ത് കണ്ടപ്പോ ആ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ മുത്തുനബിയോട് കാരണം തിരക്കിയിട്ടുണ്ട്. എന്താണ് നബിയെ ഞങ്ങളധികം നരകത്തിൽ പോകാനുള്ള കാരണം? ഞങ്ങൾ ജിഹാദ് ചെയ്യാത്തത് കൊണ്ടാണോ? നിങ്ങളല്ലേ ഞങ്ങളോട് ജിഹാദിന് വരേണ്ട എന്ന് പറഞ്ഞത്? ഞങ്ങൾ നിങ്ങളെ കൂടെ ജമാഅത്തിന് വരാത്തതാണോ? നിങ്ങളല്ലേ ഞങ്ങളോട് ബുയൂത്തുകുന്ന ഖൈറുൽ ലകുന്ന എന്ന് പറഞ്ഞത്? നിങ്ങൾ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതി എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? പിന്നെയും ഞങ്ങൾക്ക് എന്തേ നരകത്തിൽ ഏറ്റവും ഇരിപ്പിടം പെണ്ണുങ്ങളായി പോയത്? ആ സമയത്ത് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏത് പെണ്ണാണ് നരകത്തിലുള്ള പെണ്ണ് എന്ന്. ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഈ പാതിരാ സമയം എന്റെ സദസ്സിലിരിക്കുന്ന ഉമ്മമാരോട് വളരെ വിനയത്തോടെ ഞാൻ പറയട്ടെ, എന്റെ സദസ്സിലുള്ള എന്റെ പ്രിയപ്പെട്ട അനുജത്തിമാരോട്, ചേട്ടത്തിമാരോട് ഞാൻ പറയട്ടെ, അള്ളാന്റെ റസൂല് നരകത്തിൽ കിടക്കുന്ന പെണ്ണിനെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ആ പെണ്ണിന്റെ കൂട്ടത്തിൽ ഞാനുണ്ടോ എന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ പെണ്ണും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണേ. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, നരകത്തിലുള്ള പെണ്ണിന്റെ ചിത്രം മുത്തുനബി തങ്ങൾ വരച്ച് കാണിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഭാര്യ അല്ലാഹുവിന്റെ റസൂല് നരകാവകാശിയാണെന്ന് പറഞ്ഞ പെണ്ണിന്റെ പോലെയാണോ എന്ന് ഭർത്താക്കന്മാരാലോചിക്കണേ. പെൺമക്കളുള്ള ഉപ്പമാര് എന്റെ മോൾ അങ്ങനെയാണോ എന്ന് ചിന്തിക്കണേ. ഇനി ഞാൻ ഹദീസ് വായിച്ചോട്ടെ, ഞാൻ എന്റെ വകയായി പറയുക എന്നതല്ല. ഇമാം മുസ്ലിം
മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായില. ഏത് പെണ്ണാണ് നരകത്തിലുള്ള പെണ്ണ്? പേരിന് മാത്രം വസ്ത്രം ധരിച്ച പെണ്ണാണ്. അവളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പുറത്താണ്. അവളുടെ തലമുടി പുറത്താണ്. അവളുടെ കൈതണ്ട പുറത്താണ്. അവളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും അവർ വെളിയിൽ കാണിച്ചിരിക്കുകയാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിന്റെ ഭൗതികമായ ലോകത്തുള്ള നടത്തത്തെ കുറിച്ച് പറയുന്നത് മുമീലാത്തുൻ മായില. അവര് ദുനിയാവിൽ നടക്കുമ്പോ അവര് ചെരിഞ്ഞും ചാഞ്ഞുമാണ് നടക്കുന്നത്. ആണുങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന, വൈകാരികമായി ഇക്കിളിപ്പെടുത്തുന്ന വേഷ സംവിധാനങ്ങളോടെ തെരുവ് തണ്ടുന്ന പെണ്ണിനെ കുറിച്ച് 6-ാം നൂറ്റാണ്ടിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ആ പെണ്ണിനെ കുറിച്ച് പറയുന്നത് ലാ യദ്ഖുൽനൽ ജന്ന. ആ പെണ്ണ് സ്വർഗ്ഗത്തിലില്ല. ലാ യദ്ഖുൽനൽ ജന്ന. ആ പെണ്ണ് സ്വർഗ്ഗത്തിലില്ല. വലാ യജിദ്ന റീഹഹാ. പെണ്ണിന് സ്വർഗ്ഗത്തിന്റെ വാസന പോലും എത്തിക്കൂല. എത്ര ദൂരത്തേക്ക് സ്വർഗ്ഗവാസന അടിച്ചു വീശും പെങ്ങളെ, എത്ര ദൂരത്തേക്ക് സ്വർഗ്ഗവാസന അടിച്ചു വീശും. ആ സ്വർഗ്ഗത്തിന്റെ നാലയലത്ത് പോലും എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ പെണ്ണ് മാറിയതിന്റെ കാരണം എന്താ? നിസ്കാരമില്ലാത്തതല്ല പെങ്ങളെ, നോമ്പെടുക്കാത്തതല്ല, നേർച്ചയ്ക്ക് പണം നൽകാത്തതല്ല, നിങ്ങൾ സ്വതക്ക ചെയ്യാത്തതല്ല, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യാത്തതിന്റെ പേരിലല്ല. നിങ്ങളെ വേഷമാണ്, നിങ്ങളെ ലൈഫിലെ നിങ്ങളെ സംസ്കാരമാണ്. അത് ഇസ്ലാമിന്റെ സംസ്കാരമാക്കണേ, അത് ഇസ്ലാമിന്റെ സംസ്കാരമാക്കണേ. തലമുടി മറക്കാതെ കാമ്പസുകളിലേക്ക് പോകുന്ന യുവതികളെ ചിന്തിക്കണേ. നമ്മൾ ആലോചിക്കണം.